എം ശിവപ്രസാദ് SFI നേതാവ് കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ എം ശിവപ്രസാദ്, ഇന്ന് 20 ദിവസങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം കേരള യൂണിവേഴ്സിറ്റിയിലെത്തി നടത്തിയ VC പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത്, താങ്കളുടെ പ്രതികരണം അറിയേണ്ടത്, ഈ ഗുണ്ടകൾക്ക് നിയമം ബാധകമല്ല. ഒന്ന്, അദ്ദേഹം SFI അടക്കമുള്ള പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും സമൂഹത്തെയും അപമാനിച്ചതാണ്. ഒന്ന്. രണ്ട്, ഈ ഒരു ഡിഗ്രി കഴിയുമ്പോൾ ആ ഡിഗ്രി പരീക്ഷ പോലും എഴുതാതെ അടുത്ത ഡിഗ്രിയിലേക്ക് പോയി അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യുന്നതൊരു പ്രൊഫഷണലായി മാറ്റുന്നവരാണ് ഈ സമരക്കാരന് പിന്നിൽ. ഇവർ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നുമല്ല, ഇവർ പുറത്തുനിന്ന് വന്നവരാണ് എന്നതടക്കം പ്രതിഷേധക്കാരെ ആക്ഷേപിച്ചു. അതിലൊരു SFIയുടെ മറുപടി. എം ശിവപ്രസാദ്. SFI കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ താൽക്കാലിക VC ആയിരിക്കുന്ന ശ്രീ മോഹനൻ കുന്നുമ്മലിനെ സംബന്ധിച്ച് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് കേരളത്തിലെ ജനങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഈ VCയോട് 2 ദിവസം മുമ്പാണ് ഇന്ന് VC നടന്നു കയറിപ്പോയ അതേ പടിക്കെട്ടിൽ നിന്ന് 15 ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യം, കേരള സർവകലാശാലയിൽ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുന്ന ഏതാണ്ട് 2000-ഓളം വരുന്ന ഒപ്പിടാത്ത ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ചായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ നോക്കേണ്ടത്, ഈ കേരളത്തിനകത്തെ കേരള സർവകലാശാലയിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന 1860-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇന്ന് ഒപ്പിട്ടു എന്ന് പറഞ്ഞ VC ഇത്രയും ദിവസം അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഗുണ്ടകളെന്ന് വിളിച്ചത്, യഥാർത്ഥത്തിൽ അദ്ദേഹം അക്രമകാരികളെന്ന് വിളിച്ചത്, യഥാർത്ഥത്തിൽ അദ്ദേഹം ഡിഗ്രി പ്രൊഫഷനാക്കിയവരെന്ന് വിളിച്ചത് ഈ 1860 പേരെയാണ്. കാരണം ഈ 1860 പേരിൽ വലിയൊരു ശതമാനം SFI നടത്തിയ സമരത്തിനൊപ്പം ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ. അങ്ങനെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് മുകളിൽ അടയിരുന്ന വൈസ് ചാൻസലറോടാണ് കേരളത്തിലെ SFIയും വിദ്യാർത്ഥികളും ചോദ്യം ചോദിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എത്ര ഭയപ്പെട്ടിട്ടാണ് VC ഇറങ്ങിപ്പോയതെന്ന്. യഥാർത്ഥത്തിൽ എല്ലാ വർഗീയവാദികളുടെയും പരിച്ഛേദമാണ് കേരള സർവകലാശാലയിലെ VC ആയ മോഹനൻ കുന്നുമ്മൽ. കാരണം വർഗീയവാദികൾക്ക് സത്യത്തെ ഭയമാണ്, വർഗീയവാദികൾക്ക് ചോദ്യത്തെ ഭയമാണ്, വർഗീയവാദികൾക്ക് യഥാർത്ഥ വസ്തുതകളോട് പുച്ഛമാണ്. ചോദ്യങ്ങളെ ഭയപ്പെട്ട് ഒരു വൈസ് ചാൻസലർ ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ചോദ്യങ്ങളെ ഭയപ്പെട്ട് ഇറങ്ങിപ്പോവുകയാണ്. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമം ഉയർത്തുന്ന മുഴുവൻ ചോദ്യങ്ങളും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളെ പോലും ഭയപ്പെട്ട് അദ്ദേഹം ഓടിയാണ്. അദ്ദേഹം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറഞ്ഞത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പറഞ്ഞത്, എന്റെ മേശപ്പുറത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കെട്ടിക്കിടപ്പില്ല. ഒന്നാമത്തെ കളം. ഇന്ന് അദ്ദേഹം വന്നപ്പോ പറയുന്നത് 1860 സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു. എന്നെ സർവകലാശാലയിൽ കയറ്റുന്നതേ ഇല്ല, എന്റെ കാല് വെട്ടാൻ SFIക്കാർ അവിടെ ആയുധങ്ങളുമായി നിൽക്കുന്നു എന്നാണ്. നിങ്ങൾ കണ്ടല്ലോ സർവകലാശാല വൈസ് ചാൻസലർ അകത്തേക്ക് കയറിപ്പോയത്. ഞങ്ങൾ മനഃപൂർവ്വമാണ് അദ്ദേഹത്തിനെതിരെ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കരുതാന്നറിയോ? അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് SFIക്കാർ അവിടെ ഇന്ന് വന്ന് അദ്ദേഹത്തെ തടയും, അവിടെ സമരം നടത്തിയാൽ, അവിടെ ഏതെങ്കിലും ഒരു SFIക്കാരനെ കണ്ടാൽ അപ്പൊ തന്നെ വന്ന വണ്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി വീട്ടുകാരോട് ഞാൻ ഇപ്പൊ ഇങ്ങെത്താം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ബോധപൂർവമാണ് അദ്ദേഹത്തെ അറിയുന്നത്. കാരണം നീറുന്ന വിദ്യാർത്ഥി വിഷയങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ ഇന്ന് ഒപ്പിട്ടതുപോലെ അദ്ദേഹത്തിന് സർവകലാശാലയിലേക്ക് വരാൻ എന്തായാലും താമസം ഉണ്ടായിരുന്നത്. അപ്പൊ RSS നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. RSS നിർദ്ദേശം കിട്ടാത്തതിന് തുടർന്ന് അദ്ദേഹം ഇന്നും ചെയ്യാത്ത. അപ്പൊ RSS ഓപ്പറേറ്റ് ചെയ്യുന്ന, RSS നിയന്ത്രിക്കുന്ന കേവലം ഒരു റോബോട്ടായി കേരള സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലറായി VC മാറുമ്പോൾ വിദ്യാർത്ഥികളെ അദ്ദേഹം ഗുണ്ടെന്നൊക്കെ വിളിക്കുക. ഏത് കസേരന്നിട്ടാണ് വിളിക്കുന്നത്?